ഒരു വ്യക്തി ഈ ഭൂമിയിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടാൽ അഥവാ മരിച്ചു പോയാൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്കാണല്ലോ, അപ്പോൾ ഈ അമ്മച്ചി മരിച്ചുപോയി എന്ന് പലരും പറഞ്ഞു. എന്നിട്ട് ഇപ്പോഴിവിടെ വന്നിരിക്കുക കാണാനായിട്ട്. അപ്പോൾ പോയതെന്താ? കാണുന്നതെന്താ? കാണുന്ന ശരീരം, പോയത് ആത്മാവ്. പോകേണ്ട സ്ഥലത്ത് പോയി കഴിഞ്ഞു. ഇനി ആര് നോക്കിയാലും അതിനെ അവിടെ നിന്ന് സ്ഥലം മാറ്റം കൊടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഒരു പ്രാർത്ഥന കൊണ്ട് സാധിക്കത്തില്ല, ഒരു പ്രവൃത്തി കൊണ്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് പ്രാരംഭമായി പറഞ്ഞത്, ഇവിടെ നടക്കുന്ന ഈ അല്പസമയത്തെ ശുശ്രൂഷ ഈ മാതാവിൻ്റെ ആത്മാവിന് സാധിക്കാൻ വേണ്ടിയല്ല, താൻ ജീവിച്ചിരുന്ന കാലത്ത് ആ കാര്യം കർത്താവിലുള്ള വിശ്വാസത്താൽ സാധിച്ചെടുത്തു. അത് സംഭവിച്ചു കഴിഞ്ഞു. മരണം വഴി മാറ്റപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ ദൈവ സന്നിധിയിലേക്ക് ചേർന്നു എന്നാണ് പറഞ്ഞതിൻ്റെ ആശയം. ഞാൻ ഒന്നുകൂടി വാക്യങ്ങൾ വായിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാം. ബൈബിളാണല്ലോ ഈ കാര്യങ്ങൾക്ക് ആധാരമായിരിക്കുന്നത്. ബൈബിൾ പോലെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന, വ്യക്തമായിട്ട് നമുക്ക് ബോധ്യം തരുന്ന ഒരു പുസ്തകം വേറെ ഇല്ല. വേറെ ആരും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. കർത്താവായ യേശുക്രിസ്തു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ 2 വാക്യം വായിച്ച് കേൾപ്പിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 50-ാമത്തെ വാക്യം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ ആശയം, ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും മാംസവും രക്തവുമുള്ള ശരീരത്തോടെ ജീവിക്കുന്നവരാണ്. ഈ ശരീരത്തിന് ഇവിടെ മാത്രമേ ജീവിക്കാൻ കഴിയത്തുള്ളൂ, ഈ ഭൂമിയിൽ മാത്രം. നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് ഏതാണ്ട് 9 മാസം 9 ദിവസം 9 മണിക്കൂർ 9 നാഴിക നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടായിരുന്നു. അത്രയും നാൾ ആ ഉദരത്തിൽ നാം ഉരുവായി വളർന്നു വന്നത് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ക്രമീകരണത്തിന് വേണ്ടിയാണ്. അത് കഴിഞ്ഞു, അത് അമ്മയെ സംബന്ധിച്ച് കഴിഞ്ഞു. ആ ശരീരം ഇവിടെ മാത്രം ജീവിക്കാനുള്ളതാണ്. ഇനിയും ഈ ശരീരം സ്വർഗത്തിലേക്ക് പോകുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമായതുകൊണ്ട് നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ പോകുവാനായിട്ട് ഒന്നുകൂടെ ജനിക്കണം. ആദ്യം ജനിച്ചത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ജനിച്ചത് ഭൂമിയിൽ മാത്രം ജനിക്കുവാനുള്ള ശരീരവുമായിട്ടാണ്. ഇവിടുന്ന് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇവിടുത്തെ വായിച്ചവാക്യത്തിനാണ്, സഹോദരന്മാരെ, മാംസരക്തം അഥവാ മാംസവും രക്തവുമുള്ള ഈ ശരീരം സ്വർഗത്തിൽ പോകുകയില്ല. ഈ ശരീരം സ്വർഗത്തിൽ പോകണമെങ്കിൽ ഞാൻ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിളിക്കുന്നവർക്ക് അറിയാമെന്ന് എനിക്കറിയാം. എങ്കിലും ഒന്നുകൂടെ ഞാൻ പറയുക, കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനായിട്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായിട്ട് വന്നു. പിന്നെ അവരുടെ വയറ്റിൽ മനുഷ്യനായി ജനിച്ചു. ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് താൻ ജീവിച്ചു. അവസാനം നമ്മുടെ പാപങ്ങളെ തൻ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ച് ഭൂമിയിൽ അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇതൊരു ചരിത്ര സംഭവമാണ്, ചരിത്ര സത്യമാണ്. ഇത് വെറുതെ പറയുന്ന കാര്യമല്ല. ഇവിടെ ആ കാര്യം അറിയാം. അത് എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിരുന്നുവെന്ന് ഏതൊരു വ്യക്തിപരമായി വിശ്വസിക്കുന്നുവോ അവരുടെ പാപത്തിന് പരിഹാരം ഉണ്ടാകും, അല്ലെങ്കിൽ അവർ ദൈവമക്കളായി തീരും. അത് പറയുന്ന പേരാണ് അങ്ങനെയുള്ളവർ വീണ്ടും ജനിച്ചു. എവിടെ ജനിച്ചു? സ്വർഗത്തിൽ ജനിച്ചു, ദൈവത്തിന്റെ ഭവനത്തിൽ ജനിച്ചു. അതാണ് വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞതിന്റെ ആശയം. ഈ അമ്മയെ സംബന്ധിച്ച് ജീവിച്ചിരുന്നപ്പോൾ യേശുവിനെ കർത്താവ് സ്വീകരിച്ച് ദൈവത്തിന്റെ ഭവനത്തിൽ വീണ്ടും ജനിച്ച അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ധൈര്യമായിട്ട് പറഞ്ഞത് സ്വർഗത്തിലേക്ക് പോകും, അല്ലെങ്കിൽ പോയി എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞത്. നിശ്ചയമായിട്ടും സ്വർഗത്തിൽ പോയത് രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ വായിക്കുന്നത് മാംസരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, വിളിക്കുന്നവരിൽ ആരെങ്കിലും ഇതുവരെയും യേശുവിനെ സ്വന്തം കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച് പാപബോധനം പ്രാപിക്കാത്തവർ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു മാറ്റപ്പെട്ടാൽ സ്വർഗത്തിൽ പോകുവാൻ കഴിയത്തില്ല. ആ ശരീരം കൊണ്ട് നരകത്തിൽ മാത്രമേ പോകാൻ സാധിക്കത്തുള്ളൂ. വേദനയുള്ള ശരീരത്തോടുകൂടെ, വേദന എടുക്കുവാൻ കഴിയുന്ന ശരീരത്തോടുകൂടെ നരകത്തിൽ മാത്രമേ പോകത്തുള്ളൂ. സ്വർഗത്തിൽ പോകുന്ന ശരീരത്തിന് വേദനയില്ലാത്ത ഒരു തേജസ്സുള്ള ശരീരം ഈ സഹോദരി കിട്ടാൻ പോകുക. ഞാൻ അടുത്ത വാക്യം വായിച്ചു കേൾപ്പിക്കാം. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യ കാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണു വയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അപ്പോസ്തലനായ പൗലോസ് പറയുക, നാം എല്ലാവരും ഒരുപക്ഷെ മരിച്ചില്ലെന്ന് വരാം,
എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു പാപത്തിന് പരിഹാരം എത്തിയിട്ട് സ്വർഗത്തിലേക്ക് പോയി താൻ ഏത് നിമിഷവും തന്റെ മക്കളെ ചേർക്കുവാനായിട്ട് മടങ്ങി വരും. ആ മടങ്ങി വരുന്ന കാര്യം ഇന്ന് സംഭവിച്ചാൽ നമ്മൾ ആരും മരിക്കുന്നില്ലല്ലോ. എല്ലാവരും മരിക്കണമെന്നില്ല. കർത്താവ് വരികയാണെങ്കിൽ ശേഷിച്ചിരിക്കുന്നവരും മരിക്കാത്തവരാ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാനൊരു മർമ്മം പറയാം, നാം എല്ലാവരും മരിച്ചു എന്ന് വരികയില്ല, പക്ഷേ രൂപാന്തരപ്പെടും. മരിച്ചവരെ അക്ഷയരായിട്ട് ഉയർക്കും. കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുവാൻ പോകുന്നത് തന്റെ മരണ അടക്ക പുനരുത്ഥാനത്തിൽ ആരൊക്കെ വിശ്വസിച്ച് ആശ്രയിച്ച് തന്നെ സ്വീകരിച്ചുവോ അവരെയും കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ്. ആ വരവെങ്കിൽ മരിച്ചുപോയ സകല വിശുദ്ധന്മാരും വിശുദ്ധവതികളും ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുക. അവർ ഉയർത്തെഴുന്നേൽക്കും. ശേഷിക്കുന്ന വിശുദ്ധന്മാരെ രൂപാന്തരപ്പെട്ട് പ്രത്യേക ശരീരത്തോടുകൂടെ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടും. അങ്ങനെ എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ വീണ്ടും ജനിച്ച അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ മതിയാകത്തുള്ളൂ എന്ന് പറഞ്ഞതിന്റെ ആശയം. അത് സംശയരഹിതമായ കാര്യമാണ്. ബൈബിൾ അത് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ഇവിടെ 52-ാം വാക്യത്തിൽ പറയുന്നത് കാഹളം ധ്വനിക്കും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും. കാഹളം ധ്വനിക്കുമ്പോൾ ആ ശബ്ദം ഈ മരിച്ച ശരീരം, മണ്ണോട് മണ്ണ ശരീരം ആ ശബ്ദം കേട്ട് ഉയർക്കുവാൻ പോകുക. കേൾക്കുമ്പോൾ തോന്നുന്നു അത് അത്ഭുതമായി തോന്നുന്നു. അങ്ങനെ സംഭവിക്കുമോ? സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്നതിന് തെളിവോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കാര്യങ്ങളൊക്കെ നേരത്തെ അവസാനിപ്പിക്കണമല്ലോ. കാലാവസ്ഥ ഇപ്പൊ ദൈവം അനുകൂലമായിട്ട് തന്നിട്ടുണ്ട്. കാഹളം ധ്വനിക്കുമ്പോൾ ഉയർക്കൽ എന്ന് പറഞ്ഞതിന്റെ ആശയം എന്ന് ചോദിച്ചാൽ, കാഹളം വ്യക്തമായിട്ട് മുഴക്കിയാൽ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാകും എന്തിനാ കാഹളം മുഴക്കിയത്. യുദ്ധത്തിന് പോകുവാൻ കാഹളം മുഴക്കും, യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരാൻ കാഹളം മുഴക്കും, യാത്ര പോകാൻ കാഹളം മുഴക്കും. ആ ശബ്ദം കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകത്തക്കതുപോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അനേക വർഷങ്ങളായിട്ട് ഈ പുസ്തകത്തെ അടിസ്ഥാനമാക്കി സുവിശേഷം കാഹളം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. റോഡിന്റെ മൂലയ്ക്ക് നിന്നും, കൺവെൻഷൻ പന്തലിൽ നിന്നും, പള്ളിയിൽ നിന്നും, റോഡിൽ നിന്നും ഒക്കെ വീട്ടിൽ പോയുമൊക്കെ സുവിശേഷം കാഹളം ധരിക്കുന്നത് പോലെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരിക്കൽ ആ ശബ്ദം കേട്ടപ്പോൾ ഈ മാതാവ് വിശ്വസിച്ചതാ. ദൈവത്തിന്റെ വചനം കാഹളം പോലെ ധ്വനിച്ച് കേട്ടപ്പോൾ വിശ്വസിച്ച് യേശുവിനെ കർത്താവായി സ്വീകരിച്ചത് കൊണ്ട് കർത്താവിന്റെ വരവെങ്കില് കാഹള ധ്വനി നിശ്ചയമായിട്ടും കേട്ട് ആ മാതാവ് ഉയർച്ചെഴുന്നേൽക്കും. ഞാൻ പറയട്ടെ, ഇന്നിവിടെ നിങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഈ സംസ്കാരത്തെ സംബന്ധിച്ചിരിക്കുവാൻ വേണ്ടി മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്നവരിൽ ഇതുവരെയും യേശുവിനെ കർത്താവായി സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ കാര്യം ഒരു പ്രാവശ്യം കൂടെ വ്യക്തമായിട്ട് കേൾപ്പിക്കുവാനാണ്. ദൈവം നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു. ഇന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആ തീരുമാനത്തിൽ എത്തണം. ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ, ഈ നരകം എന്നൊക്കെ പറയുന്നത് കൊച്ചു കാര്യമൊന്നുമല്ല. നരകവും നിത്യവുമാ, സ്വർഗവും നിത്യവുമാണ്. രണ്ടിനും അന്തമില്ലെന്ന് ഓർത്തോണം. അതുകൊണ്ട് ഒരൊറ്റ മനുഷ്യന് പോലും നരകത്തിൽ പോകുവാൻ ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ട് പിന്നെ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടുവാൻ അവസരങ്ങളെ തന്നതാ. ഈ മാതാവിനെ തേജസ്സുള്ള ശരീരത്തോടെ, രോഗമില്ലാത്ത ശരീരത്തോടെ ഇനിയും കണ്ട് ഒന്നിച്ച് സന്തോഷിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആ മാതാവ് വിശ്വസിച്ച് യേശുവിനെ കർത്താവായി സ്വീകരിച്ച് പാവബോധം പ്രാപിച്ച് ഉറപ്പും ധൈര്യത്തോടെ നിങ്ങൾ ഇവിടുന്ന് കടന്നു പോകണം. ദുഃഖിച്ചിരിക്കുന്നവർക്ക് ദൈവം തുടർന്നും ആശ്വാസം നൽകട്ടെ. കേട്ട വചനം എല്ലാവർക്കും അനുകൂലമായിട്ട് പ്രതികരിച്ച് കർത്താവിനെ സ്വീകരിപ്പാൻ മുഖാന്തരമാക്കിരട്ടെ. ഒരു കാലങ്ങളിൽ നമുക്കൊക്കെ കർത്താവിന് വേണ്ടി ജീവിക്കാം. വിശ്വാസത്തോടെ ഞാൻ വാക്ക് പറയട്ടെ, പ്രായ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും നാം ഇവിടുന്ന് മരിച്ച് മാറ്റപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ക്രമീകരിക്കപ്പെടേണ്ട കാര്യങ്ങളെ ക്രമീകരിച്ച് ഒരുക്കത്തോടെ നമുക്കിരിക്കാം. ഒന്നിൽ നമ്മുടെ മരണം, അല്ലെ കർത്താവിന്റെ വരവ്, അതേത് സംഭവിക്കാത്തതുകൊണ്ട് നമുക്ക് ഒരുക്കത്തോടെ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ ജീവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഈ വചനം എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.